ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 4+1 ആംപ്ലിഫയർ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി ഇതിനകത്ത് സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ ആണ് വേണ്ടത്. ഇത് സബ് വൂഫറിൻ്റെ ആമ്പ് 600 വാട്ട്സ് ആണ്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 4 ചാനൽ ചെറിയ ആംപ്ലിഫയർ ആണ്. ചെറിയ സാറ്റലൈറ്റ് ബോക്സിലേക്ക് വേണ്ടിയുള്ള ഒരു ആംപ്ലിഫയർ ആണ്. പിന്നെ സബ് വൂഫറിൻ്റെ ഫ്രീ ആണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു പവർ സപ്ലൈ കൂടി വേണം. ഇത് USB, ബ്ലൂടൂത്ത് എന്നിവയ്ക്ക് വേണ്ടിയുള്ളതാണ്. മറ്റുള്ളതെല്ലാം വോളിയം കൺട്രോൾ, ഇൻപുട്ട് കേബിൾ, സ്പീക്കർ ഔട്ട് ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്ന നമുക്ക് ഏത് ആംപ്ലിഫയറിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ആംപ്ലിഫയറിന് മാച്ചായിട്ടുള്ള 27027 ട്രാൻസ്ഫോമർ, കൂടാതെ 18018, 12012, 6 ആംപിയർ ഡയോഡ്, കപ്പാസിറ്റർ, 5 വോൾട്ട് റെഗുലേറ്റർ AC കോഡ് ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ നല്ലൊരു ക്യാബിനും. ഇത് നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. സബ് വൂഫർ ആംപ്ലിഫയറും ചെറിയ സാറ്റലൈറ്റിന് വേണ്ടിയുള്ള ആംപ്ലിഫയറും ട്രാൻസ്ഫോമറും ബാക്കിയുള്ള ക്യാബിൻ ഇതെല്ലാനും നമുക്ക് എല്ലാ കടകളിലും ലഭിക്കുന്നതാണ്. ഇനി ഇത് നമുക്കെങ്ങനെ അസംബ്ലി ചെയ്യാമെന്ന് നോക്കാം. ഓൾറെഡി ഞാനിത് വയറിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ആംപ്ലിഫയറിന് വേണ്ട എല്ലാ ഹോൾസും ക്യാബിൻ തുളച്ചു വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ക്യാബിനിൽ ഇത് ഫിറ്റ് ചെയ്യാം. ക്യാബിനകത്ത് ആംപ്ലിഫയർ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്പീക്കർ സോക്കറ്റുകൾ, കൂടാതെ ഇൻപുട്ട്, ഫാൻ ഇതെല്ലാം ഇനി ഫിറ്റ് ചെയ്യാം.
അടുത്തതായി ട്രാൻസ്ഫോമർ നമുക്ക് ഇനി ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്യാബിനകത്ത് ആംപ്ലിഫയറുകളും ട്രാൻസ്ഫോമറും എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്തായി പവർ സപ്ലൈയും വോളിയം കൺട്രോളും എല്ലാം കണക്ട് ചെയ്ത് ചെയ്യാം. ഇതിപ്പോൾ നമ്മളെല്ലാവരും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ കണക്ഷൻ വന്നിരിക്കുന്നത് 4 സാറ്റലൈറ്റ് സ്പീക്കറിലേക്കുള്ള ഔട്ടാണ്. സബ് ഊഫർ ഔട്ട് ഇത്, 2 ഓക്സ് ഇൻപുട്ട്, ഇത്രയൊക്കെയാണ് പുറകുവശത്ത് വരുന്നത്. മുൻവശത്ത് വരുന്നത് മെയിൻ വോളിയം കൺട്രോള്, സബ് ഊഫറിൻ്റെ വോളിയം കൺട്രോള്, സാറ്റലൈറ്റ് സ്പീക്കറിലേക്കുള്ള വോളിയം കൺട്രോള്, കൂടാതെ ഒരു സെലക്ടർ സ്വിച്ച് വെച്ചിട്ടുണ്ട്. 2 ഓക്സ് ഇൻപുട്ടും ഒരു USB. ഇതിൽ മെമ്മറി കാർഡ് ഇടാവുന്നതാണ്. USB, ബ്ലൂടൂത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പവർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പറയാം. പുറകിൽ നിന്ന് ഓക്സ് ഇൻപുട്ട് വന്ന് നമ്മുടെ സെലക്ടർ സ്വിച്ചിലേക്ക് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നു. USB-യും അതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഔട്ട് നേരെ മെയിൻ വോളിയം കൺട്രോളിലേക്കാണ് പോയിരിക്കുന്നത്. അതിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള വോളിയം കൺട്രോളിലേക്ക് വന്നു. അതിനുശേഷം ആംപ്ലിഫയറിൽ വന്നു. അതിനുശേഷം സ്പീക്കർ ഔട്ടായിട്ട് പുറകിലത്തെ കണക്ഷനിലേക്ക് വന്നു. ഇനി അടുത്തതായി സബ് ഊഫറിൻ്റെ ഔട്ട് വരുന്നത് സെലക്ടർ സ്വിച്ചിൽ നിന്നും വോളിയം കൺട്രോളിൽ കയറി, വോളിയം കൺട്രോളിൽ നിന്നും സബിൻ്റെ പ്രീ ഇൻപുട്ടിലേക്ക് കയറി, അതിനുശേഷം സബിൻ്റെ പ്രീ അതിൽ നിന്നും ഔട്ട് നേരെ വോളിയം കൺട്രോളിലേക്ക് പോകുന്നു. വോളിയം കൺട്രോളിൽ നിന്ന് നേരെ ആംപ്ലിഫയറിലേക്ക് എത്തുന്നു. ആംപ്ലിഫയറിൽ നിന്ന് സ്പീക്കർ ഔട്ട് നമ്മുടെ പുറകിലത്തെ കണക്ഷനിലേക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മെയിൻ വോളിയം കൺട്രോളിന് വേണ്ടിയാണ് ഇതങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇന്ന് നമ്മൾ അസംബ്ലി ചെയ്ത 4+1 സബൂഫർ ആമ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടാതെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയറിൻ്റെ IC നമ്പറുകൾ, സബൂഫറിൻ്റെ ആംപ്ലിഫയറിൻ്റെ IC നമ്പറുകൾ, സബൂഫറിൻ്റെ പ്രീ IC നമ്പറുകൾ, ട്രാൻസ്ഫോമർ, ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ അറിയുന്നതിന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ ലഭിക്കുകയുള്ളൂ.